പാഠം 474 ഓണക്കാലത്തിന് വിട. ഭാമേ, ഉത്രാടത്തിന് പച്ചക്കറി വാങ്ങിയപ്പോ പൈസ കൊടുത്ത നീയല്ലേ? അന്ന് പച്ചക്കറി കടയിൽ മൊത്തം എത്ര രൂപയായി? ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിന് മാത്രം എഴുതി കൂട്ടാ ഇതിൽ എന്തിരിക്കുന്നു? വീട്ടിലെ ആവശ്യത്തിന് ചെലവാക്കി കാശിന്റെ കാര്യമല്ലേ? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കണക്കുണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റൂ. ഞാനും നീയും ജോലി ചെയ്തുണ്ടാക്കുന്ന കാശല്ലേ, അതെങ്ങനെ ചെലവാക്കിയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെലവാക്കുന്നു. ഇതിന്റെ കണക്ക് ആരെയാ ബോധിപ്പിക്കണ്ടേ? മോഹനൻ നീ കണക്കെഴുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ തറവാട്ടിലെ കാര്യസ്ഥന്മാരെ കണക്കെഴുതി ഒപ്പിക്കുന്ന പോലെ ഉണ്ട്. ഭാമേ, ഇതാണ് നീയും ഞാനും തമ്മിലുള്ളൊരു വ്യത്യാസം. നീ ഒരു വക്കീലാണ്, കാശിന്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയുമില്ലാത്ത ഒരാൾ. ഒരേ തരത്തിലുള്ള കേസ് രണ്ട് കക്ഷികൾക്ക് വേണ്ടി വാദിക്കുമ്പോ രണ്ടു പേരോടും നിങ്ങൾ രണ്ടു തരത്തിലാണ് ഫീസ് വാങ്ങുന്നത്. പക്ഷേ ഞങ്ങൾ വില്ലേജ് ഓഫീസർമാർ അങ്ങനെ അല്ല. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഫീസ് ഉണ്ട്. ആ പണം മാത്രമേ ഞങ്ങൾ വാങ്ങൂ. അത് ആഫീസില്, ഇത് വീടല്ലേ. ഇവിടെ ആകെയുള്ളത് നമ്മൾ രണ്ടുപേര്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കാശ് ചെലവാക്കുന്നു. അതിന്റെ കണക്കൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന എന്തിനാ? പുറത്തുനിന്ന് ആർക്കെങ്കിലും കാശ് കൊടുക്കുമ്പോൾ എഴുതി വെക്കാൻ നമുക്ക് മനസ്സിലാക്കാം. വീട്ടിലെ അടുക്കളയിലേക്ക് 100 ഗ്രാം കടുക് വാങ്ങുമ്പോ അതിങ്ങനെ എഴുതി വെക്കേണ്ട കാര്യം എന്താണ്? ആവശ്യമുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്ക് മൊത്തം എത്ര രൂപ ചെലവായി എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത്തവണത്തെ കണക്ക് എഴുതി കൂട്ടി കഴിയുമ്പോ കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഇത്തവണ എത്രമാത്രം കൂടുതലാണ് എന്ന് അറിയാൻ പറ്റും നമുക്ക്. അതറിഞ്ഞിട്ട് എന്റെ മോഹനേട്ടാ, മെനക്കെടുമ്പോ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിനായി മെനക്കെടണം. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ഈ കണക്കെടുത്ത് നിർത്തിയിട്ട് അടുക്കളയിൽ വന്ന് 2 പാത്രം കഴുകി എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഉപകാരമെങ്കിലും ഉണ്ട്. ഇതുകൊണ്ട് ഉപകാരമില്ലെന്ന് ആര് പറഞ്ഞു? ഭാമേ, കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ കാശ് ഏതൊക്കെ കാര്യത്തിനാണ് ഇത്തവണ ചെലവായതെന്ന് അറിഞ്ഞാൽ അടുത്ത തവണ അത്തരം ചെലവുകൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്റെ പൊന്നെ, ഇനിയും ചെലവ് നിയന്ത്രിക്കാനാണോ അപ്പൊ പരിപാടി? നമ്മൾ ഇത്തവണ ഇവിടെ ഓണം ആഘോഷിച്ചിന്റെ കഥ കേട്ടിട്ടുണ്ടെങ്കിലേ നാട്ടുകാർ മൂക്കത്ത് വിരല് വെക്കും. പറമ്പ് കളയ്ക്കാൻ പോകുന്ന കുമാരേട്ടന്റെ വീട്ടിൽ വരെ ഇവിടത്തെ കാട്ടിലും നല്ല സദ്യയായിരുന്നു. ഇവിടെ ഉള്ളത് മുന്തിയ വില്ലേജ് ഓഫീസറും വക്കീലും. പക്ഷെ ചെലവാക്കിയതോ നിസാര പൈസ. ഇനിയും ചെലവ് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഓണത്തിന് സദ്യക്ക് പകരം കഞ്ഞിയും ചമ്മന്തി കഴിക്കേണ്ടി വരും. ഇങ്ങനെയുണ്ടോ മനുഷ്യരുടെ പിശുക്ക്? ഭാമേ, ഇപ്പൊ നീ പറഞ്ഞിട്ട് വന്നത് ധിക്കാരം. ഞാൻ പണം വളരെ നിയന്ത്രിച്ച് ചെലവാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും വേണ്ടി കൂടിയാണ്. എന്തിന്? വയസ്സായി വടിയും കുത്തിപ്പിടിച്ച് നടക്കുമ്പോ ചിക്കൻ ഫ്രൈ കഴിക്കാനായി ആരോഗ്യമുള്ള കാലത്ത് പട്ടിണി കിടക്കുന്നതിന്റെ ശാസ്ത്രം മാത്രം എനിക്ക് മനസ്സിലാവില്ല. മോഹനേട്ടാ, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ കാലമുണ്ട്. ആ കാലത്ത് അത് ചെയ്യണം. ഈ പ്രായത്തിൽ സകല ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് കാശ് സമ്പാദിച്ച് ഒടുവിൽ വയസ്സുകാലത്ത് അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? നീ പറയുന്നത് കേട്ടാൽ ഇവിടെ സ്ഥിരമായിട്ട് നീ പട്ടിണി കിടക്കാൻ തോന്നുമല്ലോ. നിന്റെ ഏതാഗ്രഹമായ നടത്തി തരായിരുന്നേ? അയ്യോ, ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ടാക്കിയില്ലേ, പായസം ഉണ്ടാക്കിയില്ലേ? വേണം. എല്ലാ ദിവസവും കഴിക്കുന്ന ഊണിന്റെ കൂടെ ഒരു പായസവും കൂടി ആയിട്ടുണ്ടെങ്കിൽ സദ്യ ആവുമായിരിക്കും. സാധാരണ കൂടുതലായി ആകെ ചെലവായത് ആ പായസത്തിന്റെ കാശാണ്. ആ കാശിന്റെ കണക്കാണ് രാവിലെ മുതൽ മോഹനേട്ടൻ ഇങ്ങനെ തിരിച്ചു മറിച്ച് എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടൊന്നും കുറയ്ക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്കിലെ കണക്കാണെന്ന് തോന്നും. പക്ഷെ കൂട്ടുന്നത് എന്താ? പായസം ഉണ്ടാക്കിയതിന്റെ 100 രൂപയുടെ കണക്ക്. പായസമല്ലാതെ വേറെ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ഓണത്തിന് ബന്ധുവീടുകളിൽ പോവും. നമ്മൾ പോയോ? ഇല്ല. ബന്ധുക്കളെ ഓണത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു പതിവുണ്ട്. അതും ഉണ്ടായില്ല. ഓണക്കോടി പിന്നെ വാങ്ങിയതേ ഇല്ല. ബാക്കിയൊക്കെ വിടാം. ഓണമായിട്ട് ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് പോകാനുള്ള മര്യാദ പോലും എന്റെ മോഹനേട്ടൻ കാണിച്ചിട്ടില്ല. ഈ ഓണവും സിനിമയും തമ്മിൽ എന്താ ബന്ധം? ഭാമേ, മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഓണത്തിന് സങ്കല്പം. മഹാബലിയുടെ കാലത്ത് സിനിമ ഉണ്ടായിരുന്നോ? ഇല്ല.
സത്യത്തിൽ ഓണക്കാലത്ത് ആളുകൾ സിനിമ കാണാൻ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ആളുകൾ കണ്ട് സന്തോഷിക്കാനുള്ള ഒരു സംഭവമാണ്. ഓണക്കാലത്ത് സന്തോഷം പങ്കിടാൻ ആളുകൾ ചിലപ്പോൾ സിനിമയ്ക്ക് പോയിന്നിരിക്കും. പക്ഷേ മോഹനേട്ടൻ അതിനും തയ്യാറാവില്ല. അത് മഹാബലിയുടെ കാലത്ത് സിനിമ ഇല്ലാതിരുന്നു എന്നതുകൊണ്ടല്ല, നല്ല 1ാം ക്ലാസ് പിശുക്കുക. സംഗതി പിശുകാണെന്ന് പുറത്തറിയാതിരിക്കാൻ തരത്തിന് തരത്തിന് സിദ്ധാന്തം പറയാൻ സാമർഥ്യം ഉള്ളത് കൊണ്ട് ആളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഉത്തമനാണ്. വേണമെങ്കിൽ വന്ന് ഉത്തമനോടൊന്ന് ചോദിച്ചു നോക്ക്, മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതെന്ന്. ഞാൻ BSc കെമിസ്ട്രി 1ാം ക്ലാസ്സിൽ പാസ്സായ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഉത്തമനോട് ചോദിച്ച് പഠിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഉണ്ടാവില്ല. കാരണം മനുഷ്യർക്കാണ് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടി വരുന്നത്. കാട്ടുപോത്തുകൾ മനുഷ്യരിൽ നിന്ന് എന്ത് പഠിക്കാനാണ്? കാട്ടുപോത്തിന്റെ അച്ഛൻ ഭാര്യയുടെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം കൃത്യമായിട്ട് അറിയാം, വേറെ ഒന്നും അറിയില്ല. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഉത്തമ ഓണമൊക്കെ? ഓണം അടിച്ച് പൊളിച്ചില്ലേ? അല്ലെങ്കിൽ തന്നെ എന്നെ പോലുള്ളവർക്ക് ആകെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ അല്ലേ? പിന്നെ വക്കീലെ, ഞാൻ വന്നതേ ആ ശങ്കരൻകുട്ടിയുടെ കേസിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉത്തമ? കഴിഞ്ഞ തവണ കേസ് വാദിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ തരാമെന്ന് പറഞ്ഞതിന്റെ പകുതി കാശാണ് ശങ്കരൻകുട്ടി തന്നത്. അങ്ങനെ വാക്കിന് വിലയില്ലാത്തവരുടെ കേസ് വാദിക്കേണ്ട കാര്യം ഈ അഡ്വക്കേറ്റ് സത്യഭാമയ്ക്ക് ഇല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ വക്കീലെ. എന്തെന്നറിയാം, അന്ന് ശങ്കരൻകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇത്തവണ അങ്ങനെ ഉണ്ടാവൂല. കഴിഞ്ഞ തവണ തരാൻ ബാക്കി വെച്ചിരുന്ന കാശ് ശങ്കരൻകുട്ടി തരാൻ തയ്യാറാണ്. മാത്രമല്ല, ഈ മാസത്തെ കേസിന്റെ കാശ് അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. വക്കീല് വാദിച്ചാലേ ശരിയാവൂ, അതുകൊണ്ടാണ്. എനിക്ക് കാശിനോട് ആർത്തി ഉള്ളത് കൊണ്ടല്ല ഉത്തമ. പക്ഷേ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. കേസ് ജയിക്കുന്നത് വരെ വക്കീലാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുക. ജയിച്ചു കഴിയുമ്പോ ഫീസ് മുഴുവനും തരാതെ ഒറ്റ മുങ്ങലും. ആ പണി ഇവിടെ നടക്കില്ലല്ലോ. വല്ല വക്കീല് അങ്ങനെ പറയരുത്. വക്കീല് വാദിച്ചില്ലെങ്കിൽ ശങ്കരൻകുട്ടിയുടെ കാര്യം പോക്കാണ്. കഴിഞ്ഞ തവണത്തെ കാശ് ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ ഇവിടെ എത്തിക്കാം. നമസ്കാരമുണ്ട് സാർ. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉത്തമ. അല്ലെങ്കിൽ തന്നെ എനിക്കിങ്ങനെ ഒരുപാട് കാശിന്റെ കാര്യം എന്താണ് ഉത്തമ? ഞാൻ കഷ്ടപ്പെട്ട് ബാധിച്ച് കേസ് ജയിച്ച് ഫീസ് വാങ്ങിക്കൊണ്ടുവരും. പക്ഷേ എന്റെ ആവശ്യത്തെ അതിൽ നിന്ന് 10 പൈസ കിട്ടില്ല. കാശ് നേരെ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഇടാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. പിന്നെ ഒരു മൊട്ടുസൂചി വാങ്ങണമെങ്കിൽ അപേക്ഷ എഴുതി കൊടുത്ത് ഞാൻ പുറകെ നടക്കണം. എന്തിനാണത്? ഇനി ഞാൻ അധികം കേസ് ഏറ്റെടുക്കുന്നില്ല. വളരെ സന്തോഷം. ഇത് ഞാനോട് പണ്ടേ പറയുന്നതാ. ഉത്തമന് വീട്ടിൽ ഓണത്തിന് എന്തൊക്കെയായിരുന്നു പരിപാടി? ആദ്യം തന്നെ നമ്മൾ തരക്കേടില്ലാത്തൊരു സദ്യ ഉണ്ടാക്കി. 2 കൂട്ടം പായസമൊക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയത്. അല്ല, ഗംഭീരാക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അമ്മയുടെ 2 ആങ്ങളമാരും അച്ഛന്റെ 2 അനിയനും കുടുംബസമേതമല്ലേ നമ്മളെ വീട്ടിൽ ഉണ്ടാൻ വന്നത്. അങ്ങനെ വരുമ്പോ നമ്മളായിട്ടൊന്നും കുറയ്ക്കാൻ പറ്റൂലല്ലോ. ഈ അമ്മാമാരുടെയും ചെറിയച്ചന്മാരുടെ വീട്ടിൽ നിന്ന് ഓണമൊന്നും ഇല്ലേ? അല്ല, എല്ലാം കൂടെ കുറ്റി പറിച്ച് ഉത്തമന്റെ വീട്ടിൽ കയറുന്നോണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതിപ്പോ ഓണമല്ലേ സാറേ? ഈ ബന്ധുക്കൾ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുമ്പോ അതൊരു ഭയങ്കര രസമല്ലേ? അത് മനുഷ്യർക്കല്ലേ ഉത്തമ, കാട്ടുപോത്തുകൾ ഓണം ആഘോഷിക്കാറില്ലല്ലോ. പിന്നെ 3 ദിവസവും വൈകുന്നേരം സിനിമയ്ക്ക് പോയി നമ്മള്. പുതിയ എത്ര സിനിമ എന്നറിയാം റിലീസ് ചെയ്തിരിക്കുന്നത്. സാറേ, അടിപൊളി പടങ്ങളെല്ലാം. ഈ ഓണോ സിനിമയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉത്തമ ഉള്ളത്? മഹാബലി സിനിമ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ ഓണക്കാലത്ത് സിനിമ കാണാൻ പോകുന്നവർ രാജ്യദ്രോഹികളാണ്. ഉത്തമൻ ഓണത്തിന് 3 സിനിമ കണ്ടു. 3 എണ്ണം വേണ്ട, ഒരൊറ്റ സിനിമ കാണാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ? വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന പിശുക്ക്. പിശുക്ക് കൊണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ സിനിമ കാണണമെങ്കിൽ പിന്നെ പോകാമല്ലോ. ഓണത്തിന്റെ അന്നേരം സിനിമയ്ക്ക് പോകേണ്ട കാര്യം. പിന്നെ എപ്പോ പോവും മോഹനേട്ടാ? നമ്മൾ ഒരുമിച്ച് പോയൊരു സിനിമ കണ്ടിട്ട് കൊല്ലം 2ആയി. ഇതിനിടയിൽ എത്ര പ്രാവശ്യം ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞു? നീ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അന്വേഷിച്ചതാ. പക്ഷെ അന്നൊന്നും നല്ല സിനിമയിലായിരുന്നു. സിനിമ നല്ലതാണോ ചീത്തയാണെന്ന് കണ്ടല്ലേ മോഹനേട്ട അറിയൂ? കാണുന്നതിനാ? പിന്നെ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് നല്ലതാണോ അതോ മോശമാണോ എന്നൊക്കെ. മോഹനേട്ട ആരാ കണിയാനോ? കാശ് മുടക്കാൻ കഴിയാത്തോണ്ട് ഇത്ര മുടന്ന ന്യായങ്ങൾ പറയാൻ നിൽക്കല്ലേ. ഇതെങ്ങനെ മുടന്ന ന്യായവും ഭാമേ? ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നല്ല സിനിമ വരുമ്പോ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവോ? അത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സിനിമ ഉണ്ടാക്കുന്നത് ഞാനല്ല,
ഓ, കണ്ടോ ഉത്തമ, ഇതാണ് സ്വഭാവം. എനിക്ക് തനിച്ചു പോയി സിനിമ കാണാൻ അറിയാഞ്ഞിട്ടല്ല, വിലാപസോട് പോണെന്നുള്ള മോഹം കൊണ്ട്. പക്ഷെ അത് ഈ ജന്മത്തിൽ നടക്കും തോന്നില്ല. വക്കീലെ, പറഞ്ഞു വരുമ്പോ വക്കീല് വലിയ വക്കീലാണ്. തോറ്റുപോകുന്ന ഉറപ്പുള്ള കേസ് പോലും വളച്ചൊടിച്ച് ജഡ്ജിമാരെ പോലും പറ്റിക്കുന്ന വക്കീലിന് ഈ പാവം മോഹനയുടെ സാറിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉത്തമ? നെടുകയും കുറുകയും പോകാൻ സമ്മതിക്കില്ലല്ലോ വില്ലേ ഓഫീസർ? അതൊക്കെ വക്കീലിന് തോന്നുന്നതാണെന്നേ. ഈ പ്രശ്നം വളരെ നിസ്സാരമായി ഞാൻ കൈകാര്യം ചെയ്തു തരാം. വക്കീലിൽ നിന്ന് സാറിനോടൊപ്പം സിനിമയ്ക്ക് പോയപ്പോരെ? അത് നടക്കാൻ പോകുന്നില്ല ഉത്തമ. ഉത്തമനൊരു കാര്യം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഇന്ന് വൈകിട്ട് സാറും വക്കീലും കൂടെ സിനിമയ്ക്ക് പോയിരിക്കും. അങ്ങനെ മോഹനേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ ശങ്കരകുട്ടിയുടെ കേസിന് കാര്യം ഞാനേക്കാം. കഴിഞ്ഞ തവണ തരാതിരുന്ന കാശിന് കാര്യം വേണ്ട. ഉറപ്പാണല്ലേ? ഉറപ്പ്. കാര്യം നടന്ന് കഴിഞ്ഞതിന് ശേഷം ഈ വാക്ക് മാറ്റി പറയരുത്. സത്യഭാമ വാക്ക് പറഞ്ഞാൽ മാറ്റി പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ വക്കീല് വൈകിട്ട് സിനിമയ്ക്ക് പോകാൻ റെഡിയായി നിന്നോ? ഓക്കെ. ഉത്തമന്റെ ഉത്സാഹം കണ്ടിട്ട് കാര്യം എന്തോ ഉണ്ടെന്ന് തോന്നല്ലോ. ആഹാ, വില്ലേജ് ഇത്ര പെട്ടെന്ന് കുപ്പായി എടുത്തിട്ട് ഇറങ്ങിയോ? ഞാൻ എന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നിനക്ക് സമയത്തിന് വിലയില്ലാത്തതുകൊണ്ട് പലതും തോന്നും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സിനിമയ്ക്ക് പോകുന്ന കാര്യം എങ്ങനെയാ? ഓണം കഴിഞ്ഞല്ലോ, ഇന്ന് സിനിമയ്ക്ക് പോയാലോ? ഇന്ന് പോയ മഹാബലി പിണങ്ങില്ല. സിനിമയ്ക്ക് പോകാൻ സമയം ഉണ്ടാകുമ്പോ ഞാൻ അങ്ങോട്ട് പറയാം, നീ ഇങ്ങോട്ട് വന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഈ ജന്മത്തിൽ സിനിമ കാണാൻ പറ്റില്ല എന്ന് ഉറപ്പായി. അങ്ങനെയെങ്കിൽ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഉത്തമൻ എങ്ങനെ വില്ലേജ് മനസ്സ് മാറ്റുന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അയ്യോ എന്റെ ശങ്കരൻകുട്ടി, നീ പറയുന്ന പോലെ ഒന്നും കാര്യം നടക്കൂല. മോഹനേട് സാർ ഒരു കാര്യം നടക്കൂല എന്ന് പറഞ്ഞാ പിന്നെ ബ്രഹ്മാവ് വിചാരിച്ചാലും തിരുത്താൻ പറ്റൂല. ഇനിയിപ്പൊ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനെങ്ങാനും മോഹനേട് സാറിനോട് പറഞ്ഞ തന്തയ്ക്ക് വിളി കേൾക്കുന്നത് ഞാനായിരിക്കും. അയ്യോ സാറ് വരുന്നു, ഞാൻ വിളിക്കാം. ഓ ശരി ശരി ശരി, ഓക്കെ. നീ വയ്യ അങ്ങോട്ട്. നമസ്കാരം സാർ. സാറൊന്ന് നേരത്തെ ഇറങ്ങിയ എന്താ സമയം 9:50. ഓ, എന്നും ഈ സമയത്താണ് ഞാൻ ഇതുവഴി പോകുന്നത്. അല്ല, അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ തമ്മിലൊരു തർക്കം നടക്കായിരുന്നല്ല, മറ്റേ സിനിമയ്ക്ക് പോണ കാര്യം പറഞ്ഞോണ്ട്. അത് തീർക്കാതെ സാറിന് ഇറങ്ങാൻ പറ്റൂലല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചതാ. അതിൽ തീരാനെതിരിക്കുന്നു. സിനിമയ്ക്ക് പോകുന്നത് എന്നാണെന്നും ഏത് സിനിമയ്ക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കെ മോഹനേഷനാണ്. ഉള്ള കാര്യം പറയല്ലോ സാറേ. ഈ കാര്യത്തിൽ സാറ് കാണിക്കുന്നത് അബദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം. സാറേ, വക്കീൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളാണ്, സ്വന്തമായിട്ട് വരുമാനം ഉണ്ട്. സാറ് സിനിമയ്ക്ക് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ വക്കീൽ തനിച്ചു പോയാലോ? വക്കീലിന്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ച വക്കീൽ ഇത് ചെയ്തിരിക്കും. വക്കീൽ ഒറ്റയ്ക്ക് പോവേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൂട്ടിന് വേറെ ആരെങ്കിലും കൂട്ടിയാലോ? അതുമല്ല, കൂട്ടുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ആഫീസിലെ ആൺ വക്കീലന്മാരുടെ ആരുടെയെങ്കിലും കൂടെയാണ് പോകുന്നതെങ്കിലോ? അല്ല, പോകുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ കാണുന്ന നാട്ടുകാരെന്തെന്ന് പറയും? മോഹനേട് സാറിന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ സിനിമയ്ക്ക് പോയി എന്നല്ലേ പറയൂ? എന്താ പോകും? വക്കീല് വാശി ജയിക്കാനെങ്കിലും പോയിരിക്കും. അല്ല, സാറിപ്പോ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് ആരുടെയെങ്കിലും കൂടെ പോയ കാര്യം തോന്നുന്നു അല്ലേ? അല്ല സാറേ, അരവിന്ദന്റെ പോക്കോരോന്റെ കാര്യം എന്തായി സാറേ? സാറേ സാറേ, അല്ല അരവിന്ദന്റെ 4 സെന്റിൽ പോക്കോരോന്റെ കാര്യം എന്തായി? അത് പ്രശ്നമാണ്. സർവേനെ പോയി മാറി കിടക്കുക. അല്ല, സാറ് വിചാരിച്ചത് ശരിയാക്കാന്നുള്ളതല്ലേ ഉള്ളൂ. സ്ഥലം അരവിന്ദന്റെ ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഞാൻ വിചാരിച്ച ചെയ്യാം. പക്ഷെ അരവിന്ദനെ പറ്റിയെന്നിട്ട് ഞാനെന്തിനു തിരുത്തണം? ആദ്യം അരവിന്ദൻ പോയി ആധാരം തിരുത്തി കൊണ്ടുവരട്ടെ. ചേടാ, ഇതുവരെ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഇനി നടക്കും തോന്നുന്നില്ല. അത് സാറേ, ആര് ആരുടെയും കൂടെ സിനിമയ്ക്ക് പോകുന്നുള്ള ഉറപ്പാണ്. സാറാ പ്രശ്നം ഇതുവരെ വിട്ടില്ലേ?
എന്റെ സാർ അത് നിസ്സാരമായി പരിഹരിക്കാമെന്നുള്ള കാര്യമുള്ളൂ. എങ്ങനെ? അരവിന്ദന്റെ പ്രശ്നം ഒരു നിസ്സാര കാര്യമല്ലേ? സാർ ഒന്ന് മനസ്സ് വെച്ച് ശരിയാക്കി തന്ന. എന്നെ സാറേ, ആ പോക്കോരോ നടന്ന് കരയടച്ച ആ ഭൂമി വിൽക്കാൻ പറ്റും. തെക്കേലെ അവറാച്ചൻ ആ ഭൂമി വാങ്ങാനുള്ള കാശുമായിട്ട് പിറകെ നടക്കുകയാണ്. ആ കച്ചവടം ഒന്ന് നടന്ന എനിക്കും ഇത്തിരി പൈസ ബ്രോക്കർ ഫീസായിട്ട് കിട്ടും. അരവിന്ദനോട് നാളെ വലിയ ഓഫീസിലേക്ക് വരാൻ പറയാം. ഞാൻ ശരിയാക്കി. വലിയ ഉപകാരം സാറേ. ശരി അപ്പൊ. ഓ ഇനി എന്താ? സിനിമയ്ക്ക് പോകാതിരിക്കാൻ എന്റെ സാറേ, സാറ് വൈകുന്നേരം ആഫീസിൽ നിന്ന് വരുമ്പോ വക്കീലിനോട് പറയണം, നീ ഇത്രയും കരഞ്ഞു പറഞ്ഞല്ലേ, ഇനി നിന്റെ ഒരു ആഗ്രഹം നടന്നില്ല എന്ന് വേണ്ട, ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോകാം ഇന്ന്. വക്കീലിന്റെ കരച്ചില് കാരണം സാറ് സമ്മതിച്ചാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യാം. വക്കീല് വേറെ ആരുടെയെങ്കിലും കൂടെ സിനിമയ്ക്ക് പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. എന്ത്? എന്റെ സാർ, ഇതൊരു തോൽവിയല്ല, ജയമാണ്. ഇനി ഒരു വർഷത്തേക്ക് വക്കീല് സിനിമ എന്നൊരു വാക്ക് മിണ്ടേയില്ല. സിനിമയ്ക്ക് പോവാല്ലേ? പിന്നല്ലാതെ. അപ്പോ നാളെ അരവിന്ദനോട് വലിയ ഓഫീസിലേക്ക് വരാൻ പറയാം. ഓ ശരി സാർ. ഈശ്വരാ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒറ്റയടിക്ക് ശങ്കരൻകുട്ടിയുടെ കേസിന്റെ കാര്യവും അരവിന്ദന്റെ പോക്ക് വരവും റെഡി. ഹലോ, അവറാച്ചേട്ടനാണ്. അരവിന്ദന്റെ പോക്കുവരവിന്റെ കാര്യം ഞാൻ ഏറ്റു. അവറാച്ചേട്ട ധൈര്യമായിട്ട് അരവിന്ദന്റെ 4 സെന്റിന് അഡ്വാൻസ് കൊടുത്തോ? എന്റെ അവറാച്ച ചേട്ടാ, ഉത്തമൻ ഒരു കാര്യം ഏറ്റതാ. ഭാമേ, ഭാമേ, മോഹനോട് ഇന്ന് നേരത്തെ എത്തിയോ? 5:10 ആയില്ലല്ലോ. ഞാൻ ആഫീസിൽ ഇറങ്ങി കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. അതുകൊണ്ടാണ് 2 മിനിറ്റ് നേരത്തെ ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതെന്താ അത്ര വേഗത്തിൽ പോകുന്നത്? നമുക്ക് ഒരു സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്കോ? അതെ, നമ്മൾ രണ്ടുപേരും കൂടി ഫസ്റ്റ് ഷോയ്ക്ക് പോകും. നിന്റെ ഒരു ആഗ്രഹം ഞാനായിട്ട് സാധിച്ചെന്നില്ല എന്ന് വേണ്ട. ഇതെന്താ മോഹനോട് പെട്ടെന്നൊരു മനമാറ്റം? ഓരോന്നിനും ഓരോന്നിൻ്റെതായ കാലമുണ്ടെന്നാണല്ലോ നീ പറയുന്നത്. ഇത് സിനിമയ്ക്ക് പോകാനുള്ള കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകും. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ധൈര്യമായിട്ട് വിശ്വസിക്കൂ, നമ്മൾ സിനിമയ്ക്ക് പോകുന്നു. രൂപ. ശങ്കരൻകുട്ടി, ഇത് കഴിഞ്ഞ തവണ നീ കൊടുക്കാനിരുന്ന പൈസയാ. ഈ കേസിന്റെ പൈസ അഡ്വാൻസ് ആയി നാളെ വക്കീൽ ആഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. വക്കീല് കേസ് ഏക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉത്തമൻ എങ്ങനെയാ സമ്മതിപ്പിച്ചത്? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചു, നീ അതൊന്നും അറിയണ്ട. ഈ കേസിന്റെ കാര്യം വക്കീലിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ട പാട് അമ്പോ എനിക്ക് അറിയാവൂ. അതിന്റെ കമ്മീഷൻ വേറെ തരണേ. എന്ത് വേണമെങ്കിലും തരാം. സകല വക്കീലന്മാര് കൈയൊഴിഞ്ഞ കേസാ. സത്യഭാമ വക്കീലേറ്റ ഞാൻ രക്ഷപ്പെട്ടു. അത് ഞാൻ ഏറ്റല്ലോ. അപ്പൊ നീ വിട്ടോ. പിന്നെ ഞാൻ പോയി വക്കീലൊന്ന് കണ്ടിട്ട് വരാം. സാറ് വക്കീലും കൂടെ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പേ ചെന്നാലേ കാര്യങ്ങൾ നടക്കൂ. സിനിമ കണ്ടു കഴിയുമ്പോ പറഞ്ഞതൊക്കെ വക്കീൽ മറന്നു കഴിഞ്ഞാലോ? സിനിമയോ? അതെന്താ പരിപാടി? അപ്പ തിന്നാ പോരെ ശങ്കരൻകുട്ടി, കുഴി എണ്ണണോ? ശരി, അപ്പൊ നീ വിട്ടോ. ഇന്ന് കണി കണ്ടവനെ എന്ന് കാണണേ ഈശ്വരാ. ഇനി അവറാച്ചന്റെ കയ്യിൽ നിന്ന് കമ്മീഷനും കൂടെ ആവുമ്പോ സംഗതി കുശാലായി. ഇല്ലേ? വക്കീലേ, വക്കീലേ. നമസ്കാരം വക്കീലേ. സാർ വന്നില്ലേ? വന്നു. സിനിമയ്ക്ക് പോകുന്ന കാര്യം സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉത്തമനൊരു കാര്യം ഏറ്റാൽ ഏറ്റതാണ്. ഇനി ശങ്കരൻകുട്ടിയുടെ കേസ് വാദിക്കാൻ വക്കീലിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കേസ് ഞാനേക്കാം. പക്ഷേ അതിനു മുന്നേ ഉത്തമൻ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണം. യമുന തിയേറ്ററിൽ ഓടുന്ന തമിഴ് പടം എങ്ങനെയുണ്ട്? ഓ, അടിപൊളി പടമല്ലേ. ഞാൻ ഉത്താടത്തിന് ആ പടമാണ് കണ്ടത്. ഓ എന്റെ വക്കീലേ, 2.5 മണിക്കൂർ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. എന്താ? നമസ്കാരം. ഉത്തമൻ കള്ളു കുടിച്ചിട്ടാണോ സിനിമയ്ക്ക് പോയത്? അങ്ങനെയല്ലേ സാറേ, അത് കിടിലം പടമായിരുന്നു. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, സ്റ്റണ്ടിന് സ്റ്റണ്ട്. എന്തൊരു പടം അത്. പാട്ട് കേൾക്കാനാണോ നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത്?
പാട്ട് വീട്ടിരുന്ന് റേഡിയോ കേട്ട പോലെ. അങ്ങനെ അല്ല സാറേ, ഈ പാട്ടിൽ ഇങ്ങനെ നായകനും ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ സുമംഗല തിയേറ്ററിലെ മലയാളം പടം എങ്ങനെയുണ്ട്? അത് ഞാൻ കണ്ട്. നല്ല പടമല്ലേ സാറേ? സാറേ, കഥ എന്ന് പറഞ്ഞ എന്തൊരു കഥ ഇത്! ഇതിലേതാണ് നല്ല പടം? അല്ല, അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എന്താ സംശയം? നല്ല കഥയുള്ള സിനിമയാണല്ലോ നല്ല സിനിമ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള പടമാണ് നല്ലത്. പക്ഷെ ഉത്തമ, കഥ മാത്രമല്ലല്ലോ ഈ സിനിമ. കഥ മാത്രം മതിയെങ്കിലോ നോവൽ വാങ്ങി വായിച്ച പോരെ? സിനിമ എന്ന് പറയുമ്പോ മൊത്തം കളർഫുൾ ആയിരിക്കണം, കണ്ട ആളുകൾ അന്തം വിട്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമിഴ് പടമാണ് ബെസ്റ്റ്. പക്ഷെ മോഹനേട്ടന് മലയാള പടം മതി. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാശ് മുടക്കി തമിഴ് പടം കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഉത്തമം പറ, ഏത് സിനിമ നല്ലത്? അല്ല വക്കീലെ, അതിപ്പോ ശങ്കരൻകുട്ടിയുടെ കേസ്. അങ്ങനെ വരുമ്പോ തമിഴ് പടമല്ലേ കുറച്ച് നല്ലതെന്നൊരു സംശയം ഉണ്ട്. അരവിന്ദന്റെ പോക്കും വരവും ഒക്കെ എന്താകുമോ എന്തോ. അയ്യോ, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സാറേ മലയാള പടം കാണുന്നതാണ് നല്ലത്. അപ്പൊ ശങ്കരൻകുട്ടിയുടെ കേസിന് വേറെ വക്കീൽ അന്വേഷിച്ചു? അയ്യോ, അത് പറ്റൂല. അതെ വക്കീല്, അങ്ങനെ പറയല്ലേ. വക്കീല് കേസ് വാദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശങ്കരൻകുട്ടിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുകയും ചെയ്ത്. തമിഴ് പടം തന്നെയാണ് സാറേ നല്ലത്. അരവിന്ദന്റെ പോക്കുവരവ് ഈ നൂറ്റാണ്ട് പൊന്നെ സാറേ, ചതിക്കല്ലേ സാറേ. പോക്കുവരവ് ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദന്റെ 4 സെന്റിന് അവറാച്ചനെ കൊണ്ട് ഞാൻ അഡ്വാൻസ് കൊടുപ്പിച്ച്, ഇനി അത് നടന്നില്ലാന്നുണ്ടെങ്കിൽ അവറാച്ച എന്നെ തല്ലി കൊല്ലും. മലയാള പടമാണ് അടിപൊളിയായിട്ടുള്ളത്. ഉറപ്പിച്ചോ? അല്ല, ഉറപ്പിച്ചില്ല. പക്ഷെ വക്കീലെ ചതിക്കരുത് പ്ലീസ്. എങ്കിൽ പറ തമിഴ് പടം നല്ലതെന്ന്. അങ്ങനെ ഉത്തമം പറഞ്ഞ അവറാച്ചനെ തല്ലും വാങ്ങൂത്തവൻ. മലയാളം പടമാണ് നല്ലത്. തമിഴ് പടം കാണാനേ ഞാൻ വരൂ. മലയാളം പടമേ ഞാൻ കാണും. സാറേ വക്കീലെ നിർത്ത്. രാവിലെ സാറ് വക്കീലിനോടൊപ്പം സിനിമയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു തർക്കം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിലൊന്ന് ഇടപെട്ടുപോയി. സിനിമ കാണാൻ സമ്മതിച്ച ശങ്കരൻകുട്ടിയുടെ കേസിന്റെ കാര്യം നടക്കുമെന്ന് ഈ നിൽക്കുന്ന വക്കീല് പറഞ്ഞത് വിശ്വസിച്ച മോഹനേഷ് സാറിനെ കൊണ്ട് ഞാൻ സിനിമ കാണാൻ സമ്മതിപ്പിച്ചത്. ഞാൻ ആ പറഞ്ഞതിന്റെ പ്രത്യുപകാരമായിട്ട് അരവിന്ദന്റെ പോക്കോരോ ശരിയാക്കി തരാമെന്ന് സാറ് പറഞ്ഞത് വിശ്വസിച്ച് അവറാച്ചനെ കൊണ്ട് അരവിന്ദൻ അഡ്വാൻസും കൊടുപ്പിച്ചു. എല്ലാം ശരിയായി കഴിഞ്ഞപ്പോ നിങ്ങൾ വഴക്കിന് വേറെ വഴി കണ്ടുപിടിച്ചു. തമിഴ് സിനിമ വേണോ മലയാള സിനിമ വേണോ എന്ന്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് സിനിമ കാണുക എന്നുള്ളതല്ല ഉദ്ദേശം. വഴക്കുണ്ടാക്കുന്നതിന് ഒരു കാരണം വേണം, അത്രേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോ ഈ ഒരു പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം പറഞ്ഞ അപ്പൊ നിങ്ങൾ വേറൊരു വിഷയം കണ്ടെത്തി വഴക്കുണ്ടാക്കും. സിനിമ കാണാൻ സാരി ഉടുത്തോണ്ട് പോണോ ചുരിദാർ ഇട്ടോണ്ട് പോണോ എന്നും പറഞ്ഞോണ്ട് തർക്കിക്കാമല്ലോ. എന്തായാലും ശങ്കരൻകുട്ടിയുടെ തെറിയും അവറാച്ചന്റെ തല്ലും എനിക്ക് ഉറപ്പായ സ്ഥിതിക്ക് ഇനി ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും നരകത്തിൽ പോയി എന്തെങ്കിലും കാണും. മേലാൽ വായുകുളി വാങ്ങിക്കാൻ വിളിച്ച പോലും ഞാൻ ഈ വീട്ടിന്റെ പടിയേറൂല. ചെയ്ത ഉപകാരത്തിനെല്ലാം നന്ദി എന്റെ അമ്മ. ഇങ്ങനെയുണ്ട് ഒരു ഭാര്യ ഭർത്താവ്. ശങ്കരൻകുട്ടിയുടെ കേസെടുത്ത് നോക്കിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അത് യാതൊരു കാരണവശാലും ജയിക്കില്ലെന്ന്. വെറുതെ അങ്ങനെ ഒരു കേസ് വാദിച്ച് പേര് കളയേണ്ട കാര്യമില്ലല്ലോ. അരവിന്ദന്റെ പോക്കുവരവ് ശരിയായി കൊടുക്കാന്ന് പറഞ്ഞപ്പോ സർവേ നമ്പറിലെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയത്. ആധാരം എടുത്ത് നോക്കിയപ്പോഴല്ലേ പിടികിട്ടിയത് അതിൽ 1/2 സെന്റ് സർക്കാർ പുറമ്പോക്കാണെന്ന്. ഇനി എന്തായാലും നമ്മളല്ലല്ലോ കുറ്റക്കാര്. ഉത്തമൻ സ്വന്തം ഇഷ്ടപ്രകാരം വേണ്ടെന്ന് വെച്ച് പോയതല്ലേ. പിന്നല്ലാതെ. പക്ഷെ ഭാമേ, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഉത്തമൻ നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ പക്ഷം പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഉത്തമൻ അങ്ങനെ ചെയ്യില്ല മോഹനേട്ട. ഈ നാട്ടിലുള്ള ആരും നമ്മൾ 2 പേരിൽ ഒരാളുടെ പക്ഷം പിടിക്കില്ല. എല്ലാവർക്കും നമ്മൾ 2 പേരെയും ഭയങ്കര ഇഷ്ടമല്ലേ. പാവം ഉത്തമൻ വക്കീലിന്റെയും വില്ലേജ് ഓഫീസറുടെയും മനസ്സിലിരിപ്പ് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോയതാണ് ഉത്തമന് പറ്റിയ വീഴ്ച. വഴക്കുണ്ടാക്കാൻ കാരണങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ വഴക്കുണ്ടാക്കിയ ആളെ പറ്റിക്കാനും ഇവർക്കറിയാമെന്ന് ഉത്തമൻ അറിയാതെ പോയി. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഏവരെയും ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.